തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ. ഉപകരണ വിതരണ കരാറുകൾക്കുള്ള കുടിശ്ശിക നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ. സൗജന്യ ചികിത്സ നൽകിയതിന്റെ ഭാഗമായാണ് പ്രതിസന്ധിയെന്ന് ആരോഗ്യമന്ത്രി. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം ഏകീകരിച്ചു. ഷിഫ്റ്റിന്റെ സമയരീതിയിൽ മാറ്റം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. ഗൂഢാലോചന നടന്നുവെങ്കിൽ അന്വേഷിക്കണമെന്ന് കോടതി. കേസ് നവംബർ 15 വീണ്ടും പരിഗണിക്കും. ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി. പോറ്റിയുടെ കൂട്ടാളി അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വീണ്ടും ഹാജരാകണം. സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ലെന്നും ഗുണമില്ലാത്ത കാര്യങ്ങൾ എതിർക്കുന്ന മനോഭാവമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാമർശം കോഴിക്കോട് കല്ലുത്താൻകടവിൽ പുതിയ പച്ചക്കറി മാർക്കറ്റ് ഉദ്ഘാടനത്തിനിടെ. പാളയത്തെ മാർക്കറ്റ് മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികളും കയറ്റിറക്ക തൊഴിലാളികളും. പോലീസുമായി ഉന്തും തള്ളും കരിദിനമായി ആചരിച്ച് കച്ചവടക്കാർ.